നമ്മുടെ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇമോജീസ് ഒക്കെ അയച്ചിട്ട് പലപ്പോഴും നമുക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ടാകും. കാരണം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അയച്ചു തന്നാൽ നമ്മൾ ഒരു ഇമോജി ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതായിരിക്കില്ല അവരുദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ എത്ര പറ്റിക്കൽ നമുക്ക് പറ്റിയിട്ടുണ്ടാകുമല്ലേ. ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ടാകും. പക്ഷെ ഇങ്ങനെ ഒരു ഇമോജി അയച്ചിട്ട് ആകെപ്പാടെ പണി കിട്ടി കോടതി കയറിയ ഒരു വ്യക്തിയുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ഈ ആരെങ്കിലും മരിച്ചെന്നുള്ള സന്ദേശമൊക്കെ വാട്സാപ്പിൽ കിട്ടിയപ്പോൾ തംസപ്പ് ഇമോജി ഒക്കെ ഇട്ടിട്ട് അതിന് പണി കിട്ടിയിട്ടുള്ള ആൾക്കാരും ഉണ്ടാകുമല്ലേ. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മേലുദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടെന്നുള്ള സന്ദേശത്തിന് പുള്ളി തംസപ്പ് ഇമോജി ഇട്ടു. അതിന് ഒരു RPF ഉദ്യോഗസ്ഥനാണ് പണി കിട്ടിയത്. ഈ കേസുമായി അദ്ദേഹം കോടതിയിൽ പോയി. അങ്ങനെ കോടതിയിൽ ചെന്നപ്പോൾ മദ്രാസ് ഹൈക്കോടതി ഒരു കാര്യം വ്യക്തമാക്കി. അതായത് തംസ് ഇമോജി ഇട്ടാൽ അതിനർത്ഥം ആഘോഷം എന്നല്ല, പിന്നെ എന്താണ് എന്നുള്ള അർത്ഥം KV ശ്രീധരനായിരിക്കും നമുക്ക് പറഞ്ഞുതരാ. ശ്രീധരൻ, നമ്മൾ പലപ്പോഴും ഓക്കെ ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കുമല്ലോ ഈ ഇമോജി ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് പറ്റിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും? കോടതി കയറി ഇറങ്ങിയ കാര്യമായതുകൊണ്ട് എന്തായിരിക്കും കോടതി പറഞ്ഞത്? പൂജ, നമ്മൾ പലപ്പോഴും നമ്മളെല്ലാവരും ഈ വാട്സപ്പിൽ പല വാക്കുകൾക്ക് പകരമായിട്ട് ഇമോജികൾ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഓക്കെ എന്നുള്ളതിനാണ് നമ്മൾ കൂടുതൽ ഈ തംസപ്പ് എന്നുള്ള, അല്ലെങ്കിൽ ആ വിവരം അറിഞ്ഞു എന്ന് നമ്മൾ പറയുന്നതിനാണ് ഈ തംസപ്പ് ഇമോജി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥനും നരേന്ദ്ര ചൗഹാൻ എന്നാണ് RPF ഉദ്യോഗസ്ഥൻ്റെ പേര്. അദ്ദേഹവും അത്ര തന്നെ ഉദ്ദേശിച്ചുള്ളൂ ഈ ഒരു തംസപ്പ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ. പക്ഷേ അത് ഇത്ര വലിയ പൊല്ലാപ്പാകുമെന്ന് അദ്ദേഹം ഒരിക്കലും വിചാരിച്ചില്ല. അതായത് മേഘാലയയിലെ ഒരു RPF ഉദ്യോഗസ്ഥൻ മരിച്ച വിവരം അല്ലെങ്കിൽ കൊല്ലപ്പെട്ട വിവരം ഈ ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു. അതിന് അദ്ദേഹം അത് കണ്ടു എന്നറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ തംസപ്പ് അതിലിട്ടത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥൻ അത് തെറ്റിദ്ധരിച്ച് ഇത് കൊല്ലപ്പെട്ടത് നന്നായി എന്ന് പറയുന്ന തരത്തിൽ അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചു. തുടർന്ന് ഈ നരേന്ദ്ര ചൗഹാന്റെ ജോലി കളയുന്ന രീതിയിലേക്ക് വരെ ആ ഒരു തംസപ്പ് കൊണ്ടുചെന്നെത്തി. ഏതായാലും അയാൾ വെറുതെ ഇരുന്നില്ല. തൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം കോടതിയൊക്കെ സമീപിച്ചു. കോടതിയിലെത്തിയപ്പോൾ തന്നെ ഈ കേസിൽ വിശദമായിട്ടുള്ള വാദം നടന്നു. ഏതായാലും കോടതി ഒടുവിൽ ഈ നരേന്ദ്ര ചൗഹാൻ എന്നുള്ള RPF കോൺസ്റ്റബിളിന് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവാണ് പുറപ്പെടുവിച്ചത്. ഇതിനെ ഒരിക്കലും തംസപ്പ് എന്നുള്ളതിനെ ഒരിക്കലും ആഘോഷമായി മാത്രം കാണേണ്ടതില്ല. അത് ഓക്കെ എന്നുള്ള അർത്ഥത്തിലും ഒരുപാട് ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ഏതായാലും ഈ RPF കോൺസ്റ്റബിളിന് അങ്ങനെ ഒരു ഉദ്ദേശം, ആഘോഷം ആക്കുക എന്നുള്ളൊരു ഉദ്ദേശമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്താക്കിയ നടപടി കോടതി ഈ ഒരു തംസപ്പ് ഇമോജി അതൊക്കെ ആഘോഷത്തിന്റെ പേരിൽ ആയിരുന്നല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ ഇതിന് അർത്ഥം ഉണ്ടല്ലേ. അപ്പോൾ തംസപ്പ് ഒക്കെ ഇടുന്നവർ ശ്രദ്ധിക്കുക കേട്ടോ. ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഒരു പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിനൊരു ഉദാഹരണം കൂടിയാണ് കണ്ടത്. ശരി ശ്രീധര.